ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് സൗന്ദര്യലഹരിയിൽ അനവധി ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. ചലൻ മീനാഭലോചന എന്ന് ചലിക്കുന്ന തൃക്കണ്ണോട് കൂടിയവൾ എന്നാണ് വളരെ ചുരുക്കത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. ദേവിക്ക് 3 തൃക്കണ്ണുകൾ ഉണ്ട്. അതിനെപ്പറ്റിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ പറയുന്നു: അഹസ്സൂതേ സവ്യം തവ നയനം അർക്കാത്മകതയാ ത്രിയാമാം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടി ദരദളിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസനിശയോ അന്തരചരീം. ദേവിക്ക് 3 തൃക്കണ്ണുകളുണ്ടെന്നും അത് 3 കർമ്മങ്ങളെയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. ഒരു കണ്ണുകൊണ്ട് അഹസ്സൂത്തെ പകലിനെ ഉണ്ടാക്കുന്നു. തവനയനം അർക്കാത്മകതയ നമ്മൾ ദേവിയുടെ തൃക്കണ്ണുകളെ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കാറുണ്ട്. അതേപോലെ താടങ്കങ്ങളെ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കാറുണ്ട്. ദേവിയുടെ സ്തനഭാരങ്ങളെ അങ്ങനെ ഉപമിക്കാറുണ്ട്. ഇവിടെ തൃക്കണ്ണുകളെ ശങ്കരാചാര്യസ്വാമികൾ ഈ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കുന്നു. ദേവിയുടെ ഒരു കണ്ണ് സൂര്യാത്മകമായിട്ട് പകലിനെ സൃഷ്ടിക്കുന്നു. ഒരു കണ്ണുകൊണ്ട് ത്രിയാമം രാത്രിയെ അത് സൃഷ്ടിക്കുന്നു. രജനീനായകതയ ചന്ദ്രനായി നിന്നുകൊണ്ട് രാത്രിയെ അത് സൃഷ്ടിക്കുന്നു. 3ാമത്തെ ദൃഷ്ടി ദരദളിത ഹേമാംബുജരുചി, അത് നെറ്റിയുടെ നടുക്കാത്രേ. അത് ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെ അരുണവർണ്ണത്തിലാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെയും അരുണവർണ്ണത്തിലും ഒക്കെ കാണപ്പെടുന്നു. തൃതീയാത്തെ ദൃഷ്ടി ദരദളിത ഹേമാംബുജരുചി സമാധത്തെ സന്ധ്യാം ദിവസനിശയോ അന്തരചരിയും, അത് സന്ധ്യയെ സൃഷ്ടിക്കുന്നു. രാത്രിക്കും പകലിനും ഇടയ്ക്കുള്ള സന്ധ്യാകാലത്തെ ഇത് സൃഷ്ടിക്കുന്നു എന്നും നമ്മൾ കാലഗണന മാത്ര എന്നുള്ള ഒരു ഏകദേശം ഒരു സെക്കൻഡ് എന്നുള്ള അർത്ഥത്തിൽ അക്ഷനിമേഷോ മാത്ര എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നു. മാത്ര, നാഴിക, മണിക്കൂറുകൾ, പകൽ, രാത്രി, അതുപോലെ ആഴ്ച, പക്ഷം, മാസം, ഋതു എന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോഴാണ് ഋതുവാകുന്നത്. 3 ഋതുക്കൾ കൂടുമ്പോൾ ഒരു അയനം, ഉത്തരായണം, ദക്ഷിണായനം എന്നൊക്കെ, ഒരു സംവത്സരം അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്ന, ഇങ്ങനെ നമ്മൾ കാലഗണന ചെയ്യുന്നു. പകലും രാത്രിയും കൂടിച്ചേരുന്ന സമയത്ത് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നു. ചിലർ മധ്യാഹ്ന സന്ധ്യ, ചിലർ അർദ്ധരാത്രി സന്ധ്യ, ഇതൊക്കെ കണക്കാക്കാറുണ്ട്. അങ്ങനെ കാലസ്വരൂപിണിയാണ് ദേവി. ദേവിയുടെ ഒരു കണ്ണ് സൂര്യനായിട്ട് പകലിനെ സൃഷ്ടിക്കുന്നു, മറ്റൊരു കണ്ണ് നിലാവായിട്ട് രാത്രിയെ സൃഷ്ടിക്കുന്നു. നടുക്കുള്ള കണ്ണുകൊണ്ട്, തൃക്കണ്ണുകൊണ്ട് ദേവി ഈ സന്ധ്യയെ സൃഷ്ടിക്കുന്നു. നമ്മൾ ഈ സന്ധ്യാകാലങ്ങളിലെല്ലാം ഉപാസനാബദ്ധരാണ്, ഉപാസന ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് പകൽ സന്ധ്യയും സായം സന്ധ്യയും നമ്മൾ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ്. ഈ സന്ധ്യ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യങ്ങൾ ചെയ്യാറില്ല. ഈ സമയത്ത് കാലസ്വരൂപിണിയായ ദേവിയെ ധ്യാനിച്ച് ഉപാസിക്കുന്നവർക്ക് അവർ കാലാതീതമായ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അവർക്ക് പിന്നെ മാതൃകക്ഷയിൽ വീണ്ടും പ്രവേശമില്ല, ജനന മരണങ്ങളെ അതിജീവിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഈ ദേവിയുടെ തൃക്കണ്ണുകളെ ധ്യാനിക്കുന്നത് കൊണ്ട് ഉള്ള ഫലത്തെ പറ്റിയിട്ട് സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നു. ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ വർണ്ണിക്കുന്നു: വിശാല കല്യാണി സ്ഫുടരുചിര അയോധ്യാ കുവലൈ കൃപാധാരാധാര കമപി മധുര ആഭോഗവതിക അവന്തി ദൃഷ്ടിസ്ഥേ ബഹുനഗര വിസ്താര വിജയ ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യ വിജയത്തെ. ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത് ഭാരതത്തിൽ 8 മഹാനഗരങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അതിൻ്റെ പേരിങ്ങനെയാണ്: വിശാല, കല്യാണി, അയോധ്യ, ധാര, മധുര, ഭോഗവതി, അവന്തി, വിജയ എന്നാണ് ആ സ്ഥലങ്ങളുടെ പേര്. ആ സ്ഥലങ്ങളിലൊക്കെ ദേവിയുടെ മഹാക്ഷേത്രങ്ങൾ, ദേവിയുടെ സാന്നിധ്യം ഉള്ള മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും അവിടെ ദേവി അവതരിച്ചതായിട്ടും
ഓരോ സ്ഥലത്തിൻ്റെ പേരനുസരിച്ചിട്ടുള്ള പ്രഭാവത്തോടു കൂടി ദേവി അവിടെ വിളങ്ങുന്നതായിട്ടും, ഇതൊക്കെ ദേവിയുടെ കടാക്ഷത്തെ മാത്രം പറയുന്ന പേരുകളാണ്. ഈ നഗരങ്ങളുടെ പേരൊക്കെ ഈ ദേവിയുടെ കടാക്ഷത്തിൻ്റെ ലക്ഷണം അനുസരിച്ചുണ്ടായതായിട്ടും, അതിന് ആ കണ്ണുകൾ എങ്ങനെ ഉണ്ടാവും, കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ദേവിയുടെ തൃക്കണ്ണുകൾ വിജയാദൃഷ്ടി, കല്യാണി ദൃഷ്ടി, അയോധ്യാദൃഷ്ടി, ധാര, മധുരാദൃഷ്ടി, ഭോഗവതി ദൃഷ്ടി, അവന്തി ദൃഷ്ടി, വിജയാദൃഷ്ടി എന്നൊക്കെ അതിന് പേര് പറയുന്നു. അതിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അനുസരിച്ചും അതിൻ്റെ കാണാനുള്ള സൗന്ദര്യം അനുസരിച്ചുമാണ് ഈ പേരുകളൊക്കെ ഉള്ളത്. അതിന് ഓരോ പ്രഭാവങ്ങളുള്ളതായിട്ടും ഓരോ ശക്തിയുള്ളതായിട്ടും ഇതിൽ പറയുന്നു. സംക്ഷോഭണം, ആകർഷണം, ദ്രാവണം, ഉന്മാദനം, വശ്യം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നൊക്കെ ഉള്ള ശക്തിയുള്ളതായിട്ടും അതിനൊക്കെ പറയുന്നു. അങ്ങനെ വിജയാദൃഷ്ടി എന്ന് വെച്ചാൽ സർവോത്കർഷേണ ദേവി പറയുന്നതൊക്കെ അവിടെ നടക്കുന്നതായിട്ടും, ദേവിയുടെ കടാക്ഷം കൊണ്ട് ദേവി കൽപ്പിക്കുന്നതൊക്കെ അവിടെ നടക്കുന്നത് പോലെയും, അങ്ങനെയാണ് ആ നഗരത്തിന് ആ പ്രഭാവമുള്ളതുകൊണ്ട് വിജയ എന്നുള്ള പേര് വന്നതായിട്ടും, കല്യാണി എന്ന് വെച്ചാൽ സർവമംഗളകാരിണിയായിട്ട് ഓരോരുത്തർ ചെല്ലുന്നവരുടെ ഓരോരുത്തരുടെ ശോകമോഹങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി, അവരുടെ താപങ്ങൾ ഇല്ലാണ്ടാക്കി അവർക്ക് കല്യാണത്തെ ചെയ്യുന്ന ദൃഷ്ടിയുള്ളതുകൊണ്ട് കല്യാണി എന്ന് ആ നഗരത്തിന് പേര് വന്നതായിട്ടും, അതുപോലെ ദേവി കൽപ്പിച്ചു, അതിനെ ആർക്കും മറികടന്ന് നിൽക്കാൻ സാധിക്കില്ല. ആ ആജ്ഞയെ എല്ലാവരും പാലിക്കും. കണ്ണുകൊണ്ട് ദേവി ഒരു സംജ്ഞ ചെയ്താൽ, ഒന്ന് ഉണർത്തിയാൽ അത് എല്ലാവരും അനുസരിക്കും. അങ്ങനെ വിജയിച്ചു കൊണ്ടുള്ള ഒരു ദൃഷ്ടിയായതുകൊണ്ട് വിജയ എന്നും, ധാര എന്ന് വെച്ചാൽ കരുണാമയമായ ധാരാപ്രവാഹത്തോടു കൂടിയുള്ളതുകൊണ്ട് കരുണാർദ്രമായ ദൃഷ്ടിയായതുകൊണ്ട് ധാര എന്നും, മധുരമായ ദൃഷ്ടി കാണുമ്പോൾ തന്നെ സന്തോഷത്തെ ഉണ്ടാക്കുന്ന ആ ദൃഷ്ടിയുള്ളതുകൊണ്ട് മധുര എന്നും, ഭോഗവതി ആലസ്യത്തെ സൂചിപ്പിക്കുന്ന, സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ദൃഷ്ടിയുള്ള സ്ഥലത്ത് ശൃംഗാരരസപ്രധാനിയായിട്ടുള്ള ദേവിയെ ഭോഗവതി എന്ന് ആ നഗരത്തിന് അങ്ങനെ പേര് വന്നതായിട്ടും, ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതുകൊണ്ട് അവന്തി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വന്നതായിട്ടും, വിശാലമായിട്ട് എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഓരോരുത്തരും എന്നോടാണ് ദേവിക്ക് അഭിമാനം കൂടുതൽ, എന്നോടാണ് സ്നേഹം കൂടുതൽ. ഒരു ചെറിയ ജീവജാലം മുതൽക്ക് ജാതി മത നിറ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, മനുഷ്യനാണോ മൃഗമാണോ പക്ഷിയാണോ എന്നില്ലാണ്ട് ഓരോരുത്തരെയും തഴുകുന്ന കണ്ണുകളോട് കൂടിയുള്ളതുകൊണ്ട് വിശാല എന്നുള്ള പേരും, ഇങ്ങനെ വിശാല, കല്യാണി, അയോധ്യ, ധാര, മധുര, ഭോഗവതി, അവന്തി, വിജയ എന്നൊക്കെ ഉള്ള പേരിൽ നഗരങ്ങളുള്ളതായിട്ടും, ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യ വിജയത്തെ, ഓരോ സ്ഥലത്തും ആ പേരിന് അനുയോജ്യമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയുള്ള ദൃഷ്ടിയായിട്ട് ദേവി വിളങ്ങുന്നു എന്ന് ദേവിയുടെ കടാക്ഷത്തെപ്പറ്റി ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു. ഇങ്ങനെ ദേവിയുടെ ചലൻ മീനാഭലോചന എന്നുള്ളത് കൊണ്ട് പല അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വശന്യാദി വാഗ്ദേവികൾ വിരചിച്ച, ശ്രീ ഹയഗ്രീവൻ അഗസ്ത്യന് ഉപദേശിച്ച ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഭാഗ്യഭാസ്കരം എന്നുള്ള വ്യാഖ്യാനത്തിൻ്റെ സാരമാണ് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. ഇതിൽ ദേവിയുടെ രൂപവർണ്ണന ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ ഇനിയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ശ്രവിക്കാം.